രാജ്യമാകെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സൈനികർ അഭിമാനമായിട്ട് നിൽക്കുമ്പോഴാണ് ഇന്നലെ കേരളത്തിലെ നെടുമ്പാശ്ശേരിയിൽ 2 CISF ജവാന്മാര് ഒരു മലയാളിയെ ഐവിൻ എന്ന പയ്യനെ കാറിടിച്ച് കൊല്ലുന്നത്. അതും ഒരു വഴിത്തർക്കത്തിന്റെ പേരിൽ ഒരു അവരുടെ കാറിനെ ഓവർടേക്ക് ചെയ്തു എന്ന പേരിൽ വണ്ടി ഇടിപ്പിച്ച് ദാരുണമായി കൊലപ്പെടുത്തുന്നത്. അത് മീറ്ററുകളോളം ബോണറ്റിൽ കുടുങ്ങി കിടന്ന ഐവിനെ വലിച്ചടിച്ചുകൊണ്ട് കൊണ്ടുപോയി കൊല്ലുകയായിരുന്നു ചെയ്തത്. സംഭവം നടക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് അടുത്തുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ തന്നെയാണ് ഐവിൻ താമസിച്ചിരുന്നത്. അമ്മയും അച്ഛനും പെങ്ങളും ആയിട്ടാണ് ഐവിൻ താമസിച്ചുകൊണ്ടിരുന്നത്. അമ്മയും അച്ഛനും എന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഐവിൻ നെടുമ്പാശ്ശേരിയിൽ കാസിനോ എന്ന ഒരു ഫ്ലൈറ്റ് ഭക്ഷ്യ നിർമ്മാണ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ്. അപ്പം അവൻ ഡെയിലി പോകുന്ന പോലെ ജോലിയിൽ കാർ എടുത്തുകൊണ്ടാണ് പോയത്. അതായത് അവൻ്റെ അമ്മ രാത്രി സമയത്ത് നൈറ്റ് ഡ്യൂട്ടിയിൽ ബൈക്കിൽ പോവുകയാണെങ്കിൽ എന്തെങ്കിലും അപകടം വരുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് കാറിൽ സ്ഥിരം അവനെ പറഞ്ഞു വിടുന്നത്. അതേപോലെ പതിവ് പോലെ ഐവിൻ കാറും എടുത്ത് ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ പോകുന്ന വഴിയിൽ തന്നെ 2 CISF ജവാന്മാർ അവരുടെ കാറിൽ വണ്ടി ഓടിച്ച് വരുമായിരുന്നു. അപ്പം ഐവിൻ ഇവരുടെ കാറിനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഇവര് മിഡിൽ ഫിംഗർ കാണിക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായ ഐവിൻ വണ്ടി ഇവരുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തുകയും അതിനുശേഷം ഇവർ തമ്മിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വാഗ്വാദങ്ങൾ ഏർപ്പെടുകയും ചെയ്തു. ഇതിന് സാക്ഷിയായിട്ട് തൊട്ടടുത്തുള്ള വീട്ടുകാരൊക്കെ ഉണ്ട്. ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, അപ്പോൾ ഒരു വീട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ വാഗ്വാദങ്ങൾ ഉണ്ടാകുമ്പോഴേ അത് CCTVയിൽ വ്യക്തമായിട്ട് ക്ലിയർ ആവുന്നുണ്ട്. വോയിസും ദൃശ്യങ്ങളെല്ലാം കൃത്യമായിട്ട് തെളിവുണ്ട്. അപ്പോൾ ഈ വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൽ ഐവിൻ പോലീസിൽ ഇൻഫോം ചെയ്യുകയും പോലീസിൽ വിളിച്ച് പറയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് വിളിച്ച് പറയുകയും ഇത് കണ്ടിട്ട് CISF ജവാന്മാർ അവർ പ്രശ്നം സങ്കീർണമാവുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇവർ പോകാൻ പോകുന്നു. ഇത് കണ്ട ഐവിൻ വീണ്ടും ഇവരുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് പോലീസിനെ വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ പ്രകോപിതനായിട്ട് ഇവർ വണ്ടി ഫ്രണ്ടിലോട്ട് ഇടുകയും ഐവിൻ ബോണറ്റിലേക്ക് വീഴുകയും ചെയ്യുന്നു. മീറ്ററുകളോളം വലിച്ചടിച്ചുകൊണ്ടാണ് ഐവിനെ കൊണ്ടുപോകുന്നത്. അപ്പം അത് സ്പീഡിൽ അവരുടെ ആ ദേഷ്യത്തിന്റെ ഏറ്റവും വലിയൊരു അവർക്ക് അത്രയും ദേഷ്യം വന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും മീറ്ററുകളോളം ആ ഒരു കലിപ്പിൽ അവർ വലിച്ചുകൊണ്ട് പോവുകയാണ് ഐവിനെ. ഈ വളവും തിരിവും എല്ലാം വരുന്നുണ്ട്. എന്നിട്ട് അവർ നിർത്തുന്നില്ല. ഒരു വളവ് വെച്ച് ഐവിന്റെ പിടിവിടുകയും കാറിന്റെ അടിയിലേക്ക് വീഴുകയും ഈ സമയത്ത് അവർ ശക്തമായി ബ്രേക്ക് പിടിക്കുകയും ചെയ്ത സമയത്ത് തന്നെ വണ്ടിക്കടിയിൽ ചതഞ്ഞരയുകയും ഐവിൻ തൽക്ഷണം മരിക്കുകയും ചെയ്യുന്നു. കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയ CISF ജവാന്മാർ അവർ രണ്ടുപേരും കാറിൽ നിന്നിറങ്ങി ഓടാൻ ശ്രമിച്ചു. പക്ഷെ പെട്ടെന്ന് ഒത്തുകൂടിയ നാട്ടുകാർ ഒരാളെ കിട്ടിയുള്ളൂ. അവർ നല്ല ശരിക്ക് കൊടുത്തിട്ടുണ്ട്. അത് നല്ല മുഖത്തും എല്ലാം നല്ല പ്രഹരം ഏൽപ്പിച്ചിട്ടുണ്ട്. നല്ല അടി കിട്ടിയിട്ടുണ്ട്. ഒരുത്തൻ രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് അവനെ പോലീസ് പിടിക്കുകയായിരുന്നു ചെയ്തത്. സാധാരണ നിങ്ങൾക്ക് അറിയാം, ഒരു ആക്സിഡന്റ് ആയാൽ പെട്ടെന്ന് നാട്ടുകാർ തന്നെ ഒരു ഓട്ടോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അറിയുന്ന ആംബുലൻസിനെ വിളിച്ച് പെട്ടെന്ന് കയറ്റി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവർക്കായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ചതഞ്ഞിറഞ്ഞ് കിടക്കുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിട്ട് കിടക്കുകയാണെങ്കിൽ മാത്രമേ അവർ പോലീസിനെ വിളിച്ചതിന് ശേഷം മാത്രമേ അവർ കൊണ്ടുപോകാൻ നിൽക്കത്തുള്ളൂ. അത്രയും സീനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ അവർ അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇന്നലത്തെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐവിന്റെ ഒരു ഭാഗം ചതഞ്ഞരഞ്ഞുപോയി. അവർക്കായിട്ട് എടുത്ത് വെച്ച് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു അങ്ങനെ അവരുടെ പുള്ളിക്കാരൻ്റെ ബോഡി കിടന്നത്. അങ്ങനെ പോലീസ് പെട്ടെന്ന് വന്നു. അത് കണക്ക് ആംബുലൻസിനെ വിളിച്ചു അവരായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴത്തേക്കും ശരീരം മറ്റു അടക്കമാണ്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് കണ്ട ഉടനെ ഡോക്ടർ പറഞ്ഞു ഒട്ടും പ്രതീക്ഷ വേണ്ട എന്ന രീതിയിൽ. അത് ഓൺ ദ സ്പോട്ടിൽ മരിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ പോലീസ് അവരുടെ വീട്ടിലേക്ക് അച്ഛനെ വിളിക്കുന്നു. ഇത് കണക്ക് ഐവിന്റെ കാറ് ഒരു റോഡിൽ കിടക്കും. കാരണം ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. മിക്ക ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ജോലി ചെയ്യുന്നവരെല്ലാം ഒരു എളുപ്പ വഴിയും അതേപോലെ അവർ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ എളുപ്പ വഴിക്കല്ല ഈ വഴിയാണ് പോകുന്നത്. എന്നാൽ വലിയ റോഡുമല്ല, വലിയ വീതിയുള്ള റോഡുമല്ല. അപ്പോൾ ഈ ഐവിന്റെ കാർ, അത് 2 കാർ പോകാനുള്ള ഒരു സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ഐവിന്റെ കാർ ഒരു സൈഡിൽ കിടക്കുന്നുണ്ട്, ബ്ലോക്ക് ആവും എന്ന് മനസ്സിലാക്കിയ പോലീസ് ഇത് കണ്ടിട്ട് ഇതൊക്കെ ഒരു വണ്ടി റോഡ് സൈഡിൽ കിടക്കുന്നു. അതും ഒരു ക്രോസ് രീതിയിൽ നോർമലി പാർക്ക് ചെയ്യുന്ന രീതിയിലല്ല കിടക്കുന്നത്. ഈ നമ്പർ നിങ്ങളുടെ ആണോ എന്ന് വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ മോൻ കൊണ്ടുപോയതാണ്, ജോലിക്ക് പോയതാണ്. അങ്ങനെ പുള്ളിക്കാരൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വിളിച്ചു ചോദിക്കുമ്പോൾ അന്ന് ഐവിൻ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഐവിൻ എത്തിയിട്ടില്ല, ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിതാവ് വീണ്ടും പോലീസിനെ വിളിച്ച് ഇൻഫോം ചെയ്യായിരുന്നു. അതിനുശേഷം പോലീസാണ് പിന്നീട് അവരെ വീട്ടിൽ വിളിച്ച് കൺഫേം ചെയ്യുന്നത്, കാര്യങ്ങൾ പറയുന്നത് ഐവിന്റെ അച്ഛൻ്റെ അടുത്ത്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കുക എന്ന രീതിയിൽ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നൈറ്റിൽ ബൈക്ക് ഓടിച്ച് പോയി കഴിഞ്ഞാൽ പട്ടി വല്ലതും കുറുക്ക് ചാടി എന്തെങ്കിലും പറ്റുമോ എന്ന് വരെ പേടിച്ചിട്ട്
കാറി പറഞ്ഞു വിടുന്ന ഒരമ്മയും അച്ഛനും, അതായത് വീട്ടുകാർ. അപ്പം മകൻ ഇങ്ങനൊരു സീനിൽ ഇങ്ങനെ ഒരു പ്രശ്നത്തിലാകപ്പെട്ട് ഹോസ്പിറ്റലായി ഇങ്ങനെ ഒരു ദാരുണമായ അന്ത്യം വന്നു എന്ന് അറിയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മളെല്ലാവരും ദിവസവും റോഡിൽ കൂടെ പോകുന്നതാണ്, കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും. അപ്പം നിരവധി പ്രശ്നങ്ങൾ റോഡിൽ തന്നെ ഉണ്ടാവാറുണ്ട്. അതായത് ഓവർടേക്ക് ചെയ്യുന്നതിൻ്റെ പേരിലോ എന്തെങ്കിലും എവിടെയെങ്കിലും സൈഡ് തട്ടിയുന്നതിൻ്റെ പേരിലോ ആളുകൾ ചിലവർ റോങ് ആയിട്ട് നോക്കുന്നതിൻ്റെ പേരിലോ നമ്മൾ റൈസ് ആയിട്ട് പ്രൊവോക്കായിട്ട് തിരിച്ച് സംസാരിക്കാറുണ്ട്, വഴക്കിടാറുണ്ട്, ചില ചീത്ത വിളിക്കാറുണ്ട്, അടി ഉണ്ടാക്കാറുണ്ട്, പോലീസിനെ വരെ വിളിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എനിക്ക് തന്നെ കഴിഞ്ഞ 2 ദിവസമായിട്ട് 2 അനുഭവങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഒരാൾ പെട്ടെന്ന് വലത് ഓവർടേക്ക് ചെയ്ത് കയറി. അവർ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, കാറിൻ്റെ അടുത്തോട്ട് കയറി വരുമോ. അപ്പം നമ്മളും സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇവർ വന്ന് കയറുമ്പോഴത്തേക്കും പെട്ടെന്ന് വെട്ടിക്കുകയും തൊട്ടടുത്തുള്ള വണ്ടികൾക്ക് അത് പ്രശ്നം വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു സഡൻ ആക്ഷനാണത്. അപ്പം നമ്മളത് പെട്ടെന്ന് ഹോൺ അടിച്ച് ബ്രേക്ക് പിടിച്ച് അയാളെ ഒന്ന് വഴക്ക് പറഞ്ഞു, നോക്കി വണ്ടി ഓടിക്കുന്നു പറഞ്ഞു. പക്ഷേ ഇയാളുടെ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തോ തെറ്റ് ചെയ്ത രീതിയിലാണ് കാണിക്കുന്നത്. ചിലരങ്ങനെയാണ്, അവരുടെ ഭാഗത്തെ തെറ്റെങ്കിലും നമ്മളെയാണ് കൂടുതൽ വഴക്ക് പറയും, നമ്മൾ ഇതേ തെറ്റ് എന്നുള്ള രീതി അവർ സമ്മതിച്ചു തരത്തില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രൊവോക്കായിട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. ഞാനും അതേപോലെ റിയാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു പ്രൊവോക്കായിട്ട്. അപ്പോൾ ആ സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിലപ്പോൾ വേറെ ഏത് മെൻറ്റാലിറ്റി ആണെങ്കിൽ കൂടുതൽ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് ഈ മുൻകോപമുള്ളവർ അങ്ങനെയുള്ളവരൊക്കെ. പക്ഷേ ഇതിൽ കൂടുതൽ ഡേഞ്ചർ ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CISF ജവാന്മാർ, അങ്ങനെ പോലെ പോലീസുകാർ, അവരിലൊക്കെ ഈ ഒരു മുൻകോപവും അങ്ങനെയുള്ള പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവത്തേ ഉള്ളൂ. കാര്യം അവരുടെയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണ്ണ് ലോഡഡ് ആയിട്ടുള്ള ഗണ്ണൊക്കെ ഇരിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ അവരിലൊക്കെ ഇങ്ങനെയുള്ള മുൻകോപം, അതായത് ഇത് കോപം കൂടുതലുള്ള അത് ചിലവർക്ക് ഉള്ളതാണ്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള ലോഡഡ് ഗണ്ണൊക്കെ ഏൽപ്പിക്കുന്നത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സാധാരണക്കാർക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ളവർ തിരിച്ചറിഞ്ഞിട്ട് സേനയിൽ നിന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും ഓഫീസ് ഡ്യൂട്ടി കൊടുക്കുക, അത് സേനയുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ കൂടുതൽ സ്റ്റഡി ചെയ്തതിന് ശേഷം അവരെ ആ രീതിയിലോട്ട് വിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാര്യം. ബാക്കിയുള്ളവർക്കും അത് സേഫ് ആയിരിക്കും. കാര്യം ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ഇത് കണക്ക് വണ്ടി ഇടിപ്പിക്കുക, അടിക്കുക, കൊല്ലുക, അതൊക്കെ എന്ന് പറഞ്ഞത് ഈ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു വിഭാഗക്കാരെ ഏൽപ്പിക്കുമ്പോഴത്തേക്കും, അതായത് ലോഡഡ് ഗണ്ണായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു ജോലി ഏൽപ്പിക്കുന്നത് വളരെയധികം റിസ്ക്കുള്ള കാര്യമാണ്. സാധാരണ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നിരവധി പ്രശ്നങ്ങൾ തന്നെ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അത് അങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിഞ്ഞിട്ട് അവർ അതിനനുസരിച്ചുള്ള പോസ്റ്റ് മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ സേനയിൽ നിന്ന് ഒഴിവാക്കുക. ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു സിനിമത്തിൽ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അത് അന്വേഷണം വന്നതിന് ശേഷമാണ് ഡിസ്മിസ് ആക്കി ഇങ്ങനെയുള്ളവരെ സേനയിൽ നിർത്താതിരിക്കുന്നതായിരിക്കും നല്ലത്. ഏറ്റവും അത്യുത്തമം അതാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ തന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത്, ഈ കാറ് പോലീസിനെ ഇൻഫോം ചെയ്ത് ഐവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം ഈ കാറ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇട്ടിരുന്നു, പിന്നെ തിരിച്ചുകൊണ്ടുവന്നു ഇട്ടയാണ് എന്നൊരു ഇത് പറയുന്നുണ്ട്. അവിടെ ഇവിടെ ആയിട്ടൊരു സംസാരമുണ്ട്. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യണം. കാര്യം അതിലൊരു ക്ലാരിറ്റി ഇല്ല. മാധ്യമപ്രവർത്തകർ സേന ഉദ്യോഗസ്ഥരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി അത് കിടക്കുന്നത് ഒന്ന് മാറ്റിയിട്ട് തിരിച്ചുകൊണ്ടിട്ട എന്നാണ്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചുകൊണ്ടുവന്നിട്ടെന്നൊരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അന്വേഷിക്കണം. അങ്ങനെ ഇവരെ രക്ഷപ്പെടുത്താൻ ഒരു ഹെൽപ്പ് സ്റ്റാർട്ടിങ്ങിൽ, അതായത് സെൻട്രൽ ഉദ്യോഗസ്ഥരാണ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്, അവരെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടോ അതും കൂടി അന്വേഷിക്കണം. അങ്ങനെ എന്തെങ്കിലും ശ്രമം ഉണ്ടായിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യുക. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെയും ഇത് സേനയിൽ വേണ്ട. അപ്പം അങ്ങനെയുള്ള പ്രോപ്പറായിട്ടുള്ള നടപടികൾ ചെയ്യുക. അതുപോലെ തന്നെ ഒരു തണുപ്പം പ്രതികരണമാണ് ഈ സേന പോലീസ് മേധാവിയിൽ നിന്ന് കിട്ടിയത്. ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ആൻസർ ആയിട്ട് എനിക്ക് തോന്നിയില്ല അത് കാണുമ്പോൾ. അപ്പം അങ്ങനെ അതും കൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, സമൂഹത്തിൽ പല ടൈപ്പ് ആൾക്കാർ കാണും. മുൻകോപമുള്ളവർ കാണും, ശാന്തർ കാണും, പല ആൾക്കാരും കാണും. അപ്പം നമ്മുടെ സേഫ്റ്റിക്ക് ഇന്നത്തെ കാലത്ത്, ഇപ്പം ഞാൻ ഉൾപ്പെടെ ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പറയുകയാണ്, നമ്മൾ റോഡിൽ കൂടെ പോകുന്നതാണ്, പല ആവശ്യങ്ങൾക്കായിട്ട് വണ്ടി എടുത്ത് കാറോ ബൈക്കോ എന്തോ എടുത്തിട്ടാണ് പോകുന്നത്. പല സംഭവങ്ങളും ഡെയിലി ഉണ്ടാവാറുണ്ട്. നമ്മൾ പ്രൊവോക്ക് ആവാറുണ്ട്, ചീത്ത വിളിക്കാറുണ്ട്, വഴക്കിടാറുണ്ട്, ചിലത് മൈൻഡ് ചെയ്യാതെ പോകാറുണ്ട്. അത് നമ്മൾ ഓരോ സമയത്തെ മൂഡ് അനുസരിച്ചാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ചിലതൊക്കെ വലിയ സംഭവമാണെങ്കിൽ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് വിടും. പക്ഷെ ചിലതൊന്നും നമ്മൾ വിടത്തില്ല. ചില സമയത്ത് ചെറിയ കാര്യമാണെങ്കിലും നമ്മളത് പ്രൊവോക്ക് ആക്കും. കാരണം ആ സമയത്ത് നമ്മുടെ മൈൻഡ് എങ്ങനെയാണ്, ഏത് ടെൻഷനിലാണോ, അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. മാക്സിമം നിങ്ങൾ വലുതായിട്ട് പ്രൊവോക്ക് ആവാതെ നോർമലി സംസാരിച്ച്, അല്ലെങ്കിൽ പോലീസിനെ സഹായം തേടിയിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം ഇന്നത്തെ ആൾക്കാരുടെ മെൻറ്റാലിറ്റി പല ടൈപ്പ് ആൾക്കാരാണ്. അപ്പോൾ അത് നമ്മുടെ ജീവന് ഹാനിയാവുന്ന രീതിയിലായിരിക്കും അത് മാറുന്നത്. അപ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഞാൻ ഉൾപ്പെടെ ഉള്ള കാര്യമാണ് പറഞ്ഞത്, അത് ശ്രദ്ധിക്കുക. ഓപ്പോസിറ്റ് നിന്നാക്കുന്ന മെൻറ്റാലിറ്റി നമുക്ക് അറിയാൻ ഒക്കത്തില്ല.
അത് ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. നഷ്ടമാകുന്നത് നമ്മുടെ വീട്ടുകാർക്കാണ്, നമുക്കാണ്. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിട്ട് പെരുമാറുക. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കേസ് എടുക്കാം, പോലീസിനെ വിളിക്കാം. അപ്പോൾ തന്നെ കൂളായിട്ട് സംസാരിച്ചിട്ട് പോലീസിനെ വിളിക്കാം. ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് അവരെ പറഞ്ഞു വിടാം. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. അല്ലാതെ ഓവറായിട്ട് സംസാരിച്ച് നമുക്ക് സംസാരിക്കാം, റിയാക്ട് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു ആളുകളുടെ ഒരു രീതിയും നടക്കുന്ന സംഭവങ്ങളും കണ്ടിട്ട് അതങ്ങനെ നെഗ്ലക്ട് ചെയ്ത് വിടുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കേസ് എടുക്കുക, അല്ലെങ്കിൽ പോലീസിനെ സഹായം ചെയ്യുക. പോലീസ് ഉണ്ടല്ലോ, അപ്പോൾ അത് ചെയ്യാതെ നല്ലത്. കൂടുതൽ പ്രൊവോക്കാതിരിക്കുക, ഓപ്പോസിറ്റ് എന്നുള്ള മെൻറ്റാലിറ്റി അറിഞ്ഞ് റിയാക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് എനിക്ക്. അതേപോലെ ഐവിനെ കൊന്ന ഘാതകർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഇത് കിട്ടട്ടെ, ശിക്ഷ കിട്ടട്ടെ. അതേപോലെ തന്നെ അവരുടെ സർവീസിൽ നിന്ന് ഉടനടി ഡിസ്മിസ് ചെയ്യുക, സസ്പെൻഷൻ അല്ല. അന്വേഷണമൊക്കെ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് നമുക്ക് ഒരുവിധം കാര്യങ്ങൾ അറിയാം. അവർ ഉടനടി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് ഡിസ്മിസ് ചെയ്യുക. ഇങ്ങനെയുള്ളവരെ തോക്കും കൊടുത്ത് വിടുന്നത് തന്നെ രാജ്യത്തിന് ആപത്താണ്, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ആപത്താണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ തന്നെ ഉടനെ എടുത്തിട്ട് വെടിവെച്ചില്ലെന്ന് ആരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ, പ്രത്യേകിച്ച് ഈ ഒരു വിഭാഗക്കാരെ തിരഞ്ഞ് കണ്ടുപിടിക്കുക, അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ജോലി കൊടുക്കുക. അല്ല തോക്കും കൊണ്ട് ലോഡഡ് ഗണ്ണ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ജോലി ഒന്നും കൊടുക്കാതിരിക്കുക, ദൈവത്തെ ഓർത്ത്. അപ്പോൾ ഇതെനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളും ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ. ഇതെനിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത്. അപ്പം വളരെയധികം വിഷമമുണ്ട് ഐവിൻ്റെ ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടതിലും വളരെയധികം വിഷമമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ.